നമസ്കാരം. പാസ്റ്റർ ബിനു വാഴമുട്ടം ഈ സമീപകാലങ്ങളിൽ വളരെയധികം കുപ്രസിദ്ധനായൊരു വ്യക്തിയാണ്. അയാളുടെ ഏലോഹിം ഗ്ലോബൽ വർക്ക്ഷോപ്പ് സെൻറ്റർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃദ്ധസദനത്തിൽ ഒരു പ്രായപൂർത്തിയാവാത്ത യുവാവിനെ മർദ്ദിക്കുകയും അത് കേസാവുകയും അതിനെ തുടർന്ന് നിരവധി മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതും ക്രിമിനൽ കേസുകളെന്ന് തന്നെ വിളിക്കാവുന്നതുമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നു. ഇയാളും മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായിട്ട് അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇയാളുടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ, ഇയാളുടെ പേരിൽ കേസെടുക്കുവാൻ മടിയാണ്. ഇപ്പോഴും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രായപൂർത്തിയാകാത്തൊരു പയ്യനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയിട്ട് മൃതപ്രായനാക്കിയിട്ട് ഗൗരവമേറിയൊരു വകുപ്പ് പോലും ഇയാളുടെ മുകളിൽ ഇപ്പോഴും ചുമത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയുവാൻ കഴിയുന്ന വിഷയം. അപ്പോൾ ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയും BJPയും ഒക്കെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് സമരങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ഒരു വാർത്താ പ്രാധാന്യം നേടിയത്. പക്ഷേ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത മുക്കുവാനാണ്, അല്ലെങ്കിൽ മറച്ചു പിടിക്കുവാനാണ് ക്രിയാത്മകമായി തന്നെ ശ്രമിച്ചത്. ബിനു വാഴമുട്ടം എന്നുള്ള പാസ്റ്റർ നല്ല പാസ്റ്ററാണെന്ന് അവർ പറഞ്ഞില്ല, പക്ഷേ അയാൾ മോശക്കാരനാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർ മറച്ചു വെച്ചു. ഒരു അന്തിച്ചർച്ചയും ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലുള്ള വിശകലനങ്ങളും വിരുദ്ധ പ്രകടനങ്ങളും ഒന്നും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, മലയാള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സർജിക്കൽ സ്ട്രൈക്കിൽ ഒരു ഉണ്ണി ബാലകൃഷ്ണനും പാസ്റ്റർ ബിനു വാഴമുട്ടം അത്ര ശരിയല്ല കേട്ടോ, അവിടെ പിള്ളേരെ പീഡിപ്പിക്കുകയാണെന്നേ, അങ്ങനെ കേട്ടോണമെന്നേ എന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ല. വിനു വി ജോൺ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഈ വിഷയത്തെ സംബന്ധിച്ച്. ഹാഷ്മി വികാരഭരിതനായി കോട്ടിട്ട് ഞാനിവിടെ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ച് കൊടുക്കാനല്ല, അങ്ങനെ അനുവദിച്ച് കൊടുക്കാനാണെങ്കിൽ കോട്ടൂരി വെച്ചിട്ട് വീട്ടിൽ പോകുന്നതാണ് എനിക്ക് നല്ലത് അല്ലേ, അങ്ങനെയുള്ള അവസരങ്ങളിൽ നാം പ്രതികരിച്ചേ മതിയാകൂ എന്നുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ കണ്ടിട്ടില്ല. ബിനു വാഴമുട്ടം ഇപ്പോഴും കാണാമറയത്ത് നിയമത്തിൻ്റെ പിടിക്കപ്പുറത്ത് തന്നെ നിലകൊള്ളുന്നു. അയാളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ വിഷയം കയ്യിലെടുത്തത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഈ ബിനു വാഴമുട്ടത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ പ്രേക്ഷകരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന ഈ മതപരിവർത്തന കേന്ദ്രത്തിന് യഥാർത്ഥ അംഗീകാരമുണ്ടോ? ഈ ബിനു വാഴമുട്ടത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? ബിനു വാഴമുട്ടവും അയാളുടെ സന്തത സഹചാരികളും ഹിന്ദുക്കളെയും BJPക്കാരെയും ഒക്കെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോകളെല്ലാം പുറത്തു വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുവാൻ പോലീസ് സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല? BJPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും കൃത്യമായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ളൊരു നിയമ നടപടിക്ക് പോലീസ് തയ്യാറാക്കാത്തത് ഇയാളുടെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണോ, അതോ ഇയാളുടെ സമ്പത്ത് കണ്ടിട്ടാണോ, സമ്പത്തിൻ്റെ സ്വാധീനമാണോ? ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത ഇനിയും ലഭിക്കുവാനുണ്ട്. കൃത്യമായിട്ട് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിനെതിരെ കേന്ദ്ര തലത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം നടക്കേണ്ടതാണ്. FCRA പോലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാകുമ്പോൾ ഇത്തരത്തിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ പോലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ യഥാർത്ഥ മുഖം കൂടുതൽ വെളിവായി വരുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ, ഇപ്പോൾ CBIയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയോ ഈ വിഷയത്തിൽ അന്വേഷണം കയ്യിലെടുക്കണമെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനുമതി വേണം, അല്ലെങ്കിൽ കോടതികളുടെ ഇടപെടലുകൾ വേണം. കോടതികളുടെ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഹിന്ദു ഐക്യവേദിയോ മറ്റ് അനുബന്ധ സംഘടനകളോ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന്, നാട്ടുകാരുടെ ഇടയിൽ നിന്ന്, പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഈ ഒരു മതപരിവർത്തന കേന്ദ്രത്തിനെതിരെ, ഈ ഒരു ക്രിമിനലിനെതിരെ ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു വസ്തുത കൂടി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തത്. ബിനു വാഴമുട്ടം കാലാകാലങ്ങളായി പത്തനംതിട്ട പ്രദേശത്ത് വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തുകയും വിശാലമായിട്ടുള്ള കൺവെൻഷൻ സെൻറ്റർ പോലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപനം കെട്ടിടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നടത്തുകയും മറ്റ് പല പ്രദേശങ്ങളിലും കയ്യേറിയും ഈ തങ്ങളുടെ ഇതിലായിട്ട് വളച്ചു കെട്ടുക എന്ന് പറയുമല്ലോ, മിച്ചഭൂമി കയ്യേറുക എന്നുള്ള പഴയ നസ്രാണി കർഷകൻ്റെ പ്രകൃതിയല്ല ഈ കാട്ടുന്നത്. സർക്കാർ ഭൂമിയാണെങ്കിലും മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണെങ്കിലും ബലമായി കയ്യേറി അതിൽ തൻ്റെ
സ്ഥാപനത്തിൻ്റെ മുദ്രകൾ പതിപ്പിച്ചത് സ്വന്തമാക്കിയെടുക്കുക എന്നുള്ളൊരു രീതി കൈയാളി വരികയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അയാളുടെ ഏറ്റവും പുതിയ ഒരു കയ്യേറ്റ ശ്രമം ഇപ്പോൾ വെളിവായി വന്നിരിക്കുകയാണ്. തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവായിട്ടാണ് ആ വാർത്ത പുറത്തുവിടുന്നത്. വാർത്തയല്ല, ഒരു വിശകലനമല്ല, ഒരു വീഡിയോ മാത്രം പ്രേക്ഷകരെ കാണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിൽ എന്താണ് ഇതിൻ്റെ ഒരു പരിണാമം, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ളൊരു പ്രതിക്രിയ എന്നുള്ളതെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ ചർച്ചകൾ ബിനു വാഴമുട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ കേരള പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഉറപ്പിന് ശേഷം മാത്രം നടത്തിയിട്ടേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ കോടതികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ കർശനമായ രീതിയിൽ ഉണ്ടാകണം. അത് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോടതികളുടെ കാര്യത്തിൽ എപ്പോഴും അത്തരത്തിലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അവരോട് ഇന്ന ദിവസം ഈ കേസെടുത്ത് ഇന്ന ദിവസം വിധി പറയണമെന്ന് കൽപ്പിക്കുവാൻ ആർക്കും അധികാരമില്ല, സുപ്രീം കോടതിക്ക് ഒഴികെ. സുപ്രീം കോടതിയോടത് പറയുവാൻ രാഷ്ട്രപതിക്ക് പോലും അധികാരമില്ല, അല്ലെങ്കിൽ അതിന് പരിമിതികളുണ്ട്. അപ്പോൾ ഈ ബിനു വാഴമുട്ടത്തിൻ്റെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ നടത്തിയിരിക്കുന്ന പുതിയൊരു അക്രമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കയ്യേറ്റം എന്ന് പറയുന്നത് പത്തനംതിട്ട ഓമല്ലൂരിൽ പുലിപ്പാറമലയിൽ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ സമാധി ക്ഷേത്രം, ആ പ്രദേശങ്ങളിൽ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവപ്രഭാകര സിദ്ധയോഗിയുടെ സമാധി സ്ഥലം, ഒരു സിദ്ധയോഗിയുടെ സമാധി സ്ഥലം ഒരു ക്ഷേത്രമായി മാറി. ക്ഷേത്രമെന്നുള്ളത് ഒരു വലിയ മഹാക്ഷേത്രമായിട്ടൊന്നും പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഒരു സാധാരണ ആരാധനാലയം പോലുള്ള ഒരു സ്ഥലം. ആ പ്രദേശത്ത് ഒരു രാത്രി ഇയാളും സംഘവും അതിക്രമിച്ച് കയറി എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ ഭൂമിയാണത് എന്ന് തെളിയിക്കുവാൻ വേണ്ട വ്യാജ തെളിവുകൾ അവിടെ സ്ഥാപിച്ച് ഇയാളുടെ ആരാധനാമുദ്രകൾ, കുരിശ് കൃഷി എന്ന് തന്നെ പച്ചയ്ക്ക് പറയാം, അതിൻ്റെ ചിഹ്നങ്ങൾ അവിടെ അവശേഷിപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. നാട്ടുകാർ ഇത് കൃത്യമായി കണ്ടറിഞ്ഞു. ആ പുലിപ്പാറമലയ്ക്ക് ചുറ്റും താമസിക്കുന്ന ഹിന്ദുക്കൾ അത് കൃത്യമായി കണ്ടുപിടിക്കുകയും അതിനെതിരെ കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ നിയമ നടപടികളിൽ കുരുങ്ങി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയായിരുന്നു ഈ പാസ്റ്ററുടെ ഉദ്ദേശവും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുരിശ് കൃഷി അവിടെ തുടങ്ങിയിട്ടുള്ളതിനാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വിധി വരുന്നത് വരെ, ഇനി പ്രതികൂലമായൊരു വിധി വന്നാൽ തന്നെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ പിന്നെയും ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തേണ്ടി വരും. അത്തരത്തിലുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ട് വളരെ തന്ത്രപരമായിട്ട് തന്നെയാണ് ബിനു വാഴമുട്ടം ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഹിന്ദു ഐക്യവേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇയാളുടെ തന്ത്രം മനസ്സിലാക്കി മുന്നിട്ടിറങ്ങുകയും അവിടെ ആ പ്രദേശത്ത് കാവിക്കൊടി നാട്ടി ഇയാൾക്കെതിരെയുള്ള പ്രതിഷേധ നടപടികൾ അക്കാര്യത്തിലും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെയും ഒരു ചെറു വിവരണത്തിൻ്റെയും ഒരു വീഡിയോ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഒന്ന് കണ്ടിട്ട് വരിക. പത്തനംതിട്ട ഓമല്ലൂരിൽ പുലിപ്പാറമലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ സമാധി ആശ്രമത്തെപ്പറ്റി നമ്മളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. ഏറെ ആധ്യാത്മിക ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് രാത്രിക്ക് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ എത്തുകയും ആ ക്ഷേത്രഭൂമിയോട് ചേർന്ന മലനിരകൾ കൈയടക്കുവാൻ വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അയാളുടെ ഇലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന പ്രാർത്ഥനാലയം അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മല കയ്യേറ്റമടക്കം വ്യാപകമായിട്ട് നടന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധമുണ്ടാവുകയും ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ തടസ്സപ്പെട്ട് കിടക്കുകയുമാണ്. എന്നാൽ പത്തനംതിട്ടയിലെ ഹിന്ദു ഐക്യവേദിയുടെ ധീരന്മാരായിട്ടുള്ള കാര്യകർത്താക്കൾ ഇന്ന് അവിടെ എത്തുകയും ആ ക്ഷേത്രഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധീരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പാസ്റ്റർ കയ്യേറിയ ഭൂമിയിൽ കാവിക്കൊടി നാട്ടിക്കൊണ്ട് ശക്തമായിട്ടുള്ള താക്കീത് നൽകിയാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വീഡിയോ കണ്ടല്ലോ. ഇതാണ് അവിടെ നടക്കുന്ന ഇയാളുടെ നിരന്തര പ്രവർത്തികളുടെ ഏറ്റവും പുതിയൊരു ഉദാഹരണം. ഇത്രയും അധികം ആരോപണങ്ങളുണ്ടായിട്ടും അതിനിടയ്ക്ക് ഇയാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, ക്രൂരപ്രവർത്തികളും ക്രിമിനൽ പ്രവർത്തികളും ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഇയാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സ്വാധീനവും ആ സ്വാധീനത്തിലുള്ള അഹന്തയും ഈ ബിനു വാഴമുട്ടത്തിനുണ്ടായിരിക്കുമെന്ന് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക.
ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്നുള്ളത് ലോകമാകമാനം ശാഖകളുള്ള ഒരു വത്തിക്കാൻ്റെ അടുത്ത അനുയായിയോ അല്ലെങ്കിൽ സഹോദര സ്ഥാപനമോ അല്ല. ഒരു സാധാരണ പാസ്റ്റർ തുടങ്ങിയ കൃത്യമായിട്ട് വിദേശ ഫണ്ടിങ്ങോടുകൂടി വളർന്ന ഒരു ക്രിമിനൽ പ്രസ്ഥാനമായി ഇന്ന് പത്തനംതിട്ടയെ ആകെ വിഴുങ്ങുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് തന്നെ കൃത്യമായിട്ടുള്ള അംഗീകാരങ്ങളോ ലൈസൻസോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാൻ പോലും പലപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുത. എന്തായാലും ഈ വിഷയം പുറത്തു വരുമ്പോൾ ഹിന്ദു സംഘടനകൾക്കൊപ്പം നാട്ടുകാരും കൂടുതൽ ശക്തിയോടുകൂടി അണിചേരുമെന്ന് തത്വമയി ന്യൂസ് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൻ്റെ പുറകെ ഈ ബിനു വാഴമുട്ടം എന്നുള്ള ക്രിമിനലിനെ കുറിച്ചുള്ള ആദ്യ പരാതി പുറത്തു വന്ന നിമിഷം മുതൽ തത്വമയി ന്യൂസ് ഇയാളുടെ പിന്നാലെയുണ്ട്. അന്നേ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഉറപ്പ് തന്നിരുന്നതാണ് ഈ ക്രിമിനലിനെ എന്തായാലും അങ്ങനെ വിടുവാൻ തത്വമയി ന്യൂസ് ഉദ്ദേശിക്കുന്നില്ല. ഇയാൾക്ക് പിന്നാലെ തന്നെ ഞങ്ങളുണ്ട്. ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ അത് ഞങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും. അതിൽ ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി പങ്കുവയ്ക്കാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.